ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണില്ലേ? ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ ചാനൽ 1K ആയിട്ടുണ്ട്, അതായത് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് അതിൽ. അപ്പോൾ ഞാൻ ചാനലിനെ കുറിച്ചിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ആക്ച്വലി ഈ വീഡിയോ ഞാൻ എടുക്കാൻ ദീപക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞാലും അല്ലെങ്കിൽ ഞാൻ വന്നാൽ ശരിയാവില്ല, ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ആൾ ഒഴിവായിട്ടോ. അപ്പം അതല്ല, നമുക്ക് Q&A നമ്മൾ പുറകെ വരുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു Q&A, കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതായിട്ട് നമ്മൾ രണ്ടുപേരും കൂടിയിട്ടായിരിക്കും കേട്ടോ അത് ചെയ്യുന്നത്. അപ്പം ആളെ ഞാൻ ആ വീഡിയോയിൽ ഞാൻ എന്തായാലും കൊണ്ടുവരാം. പിന്നെ ആ വീഡിയോയിൽ ഒരു സ്പെഷ്യലും കൂടി ഉണ്ട്. വേറെ ഒന്നുമല്ല, ചാനൽ സംബന്ധിച്ചൊരു സ്പെഷ്യലും കൂടി ഉണ്ട്. അപ്പം അതപ്പോൾ പറയാം. പിന്നെ അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ ഈ ചാനലിനെ കുറിച്ചിട്ട് ഫസ്റ്റ് ഞാനൊന്ന് ഇൻട്രോ പറയാം കേട്ടോ. ഈ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മാർച്ച് 1 നമ്മുടെ മാരേജ് January 31, 2024 കഴിഞ്ഞത്. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് 1 ആയിട്ടാണ് നമുക്കിങ്ങനെ ചാനൽ തുടങ്ങിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, അങ്ങനെ തുടങ്ങി. അമ്മയായിരുന്നു കേട്ടോ, അതായത് ദീപിൻ്റെ അമ്മയായിരുന്നു അത് ഇനോഗ്രേറ്റ് ചെയ്തത്. ജസ്റ്റ് ഒന്നുമില്ല, സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം, ചിലപ്പോൾ ആഡ് ചെയ്യാം. പിന്നെ അങ്ങനെ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് ഞാൻ നാട്ടിലുള്ള സമയത്ത് അങ്ങനെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ മാരേജ് വീഡിയോ, അതുപോലെ അപ്പോൾ കുറച്ച് ടെമ്പിളിൽ പോയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ June 13 നമ്മൾ ദുബായ് വന്നത്. അവിടെ നിന്നാണ് നമ്മൾ വീഡിയോസ് എന്നും ഇടാനൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഈ സെപ്റ്റംബറിൽ അപ്പം നമുക്കങ്ങനെ 1K എത്തിയിട്ടുണ്ട്. അപ്പം ശരിക്കും കൂട്ടുകയാണെങ്കിൽ ഒരു June ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് വീഡിയോ എന്നും വരാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്ത് കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് 1K എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഹാപ്പിയാണ്. നമുക്ക് നമ്മളൊരു ഫസ്റ്റ് തുടക്കം ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഹാപ്പിയാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പം ആദ്യം നിങ്ങളടുത്ത് താങ്ക്സ് പറയണം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് താങ്ക്സ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഹാപ്പിനെസ് നിങ്ങളടുത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഓണത്തിന് നമുക്ക് 1K ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഓണത്തിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് ഞാൻ കാണിച്ചത്, നമ്മൾ കേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാമെന്നുള്ളത്. അപ്പം ആ കേക്ക് കട്ടിങ് ഒക്കെ അപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. യെസ്, ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനേ. പിന്നെ അതുപോലെ ഒരുപാട് പേര് സജഷൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അതും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തന്നെയാണ്. കുറേ കമൻറ്റ്സ് കിട്ടാറുണ്ട്. പിന്നെ കുറേ ഇപ്പം ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ നമുക്ക് ഇങ്ങനെ പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം മെസ്സേജ് അയക്കും, അതേപോലെ കമൻറ്റ്സ് ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ളതാണ്. അപ്പം അവർ ഇനിയും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. പിന്നെ ദീപക്കിൻ്റെ അടുത്താണ് എനിക്ക് പിന്നെ ഒരു ബിഗ് താങ്ക്സ് പറയാനുള്ളത്. ആളെന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് തന്നെ ചാനൽ അതൊക്കെ ഒക്കെയാണ്. പക്ഷേ ഞാൻ ചില സമയത്തൊക്കെ ഡേ മൈ ലൈഫ് എടുക്കുകയാണെങ്കിൽ, അതുപോലെ പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ ആളാണ് എന്നെ ഇതെടുക്കുക അതെടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ആ ഒരു പുഷ് ചെയ്യാറ്. പിന്നെ അതുപോലെ ഞാൻ എഡിറ്റ് ചെയ്യാറും ചിലപ്പോൾ മടി പിടിച്ചിരിക്കും. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന നമുക്ക് ഈ വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറ്. അപ്പം അങ്ങനെ ഒരു ബാക്കിൽ നിന്നുള്ളൊരു പുഷ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ എന്താ പറയുക, ഞാൻ കുറേ ലാഗ് അടിക്കും. അപ്പം ആളാണ് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ആൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കിടക്കട്ടെ എന്ന്. പിന്നെ രണ്ട് ഫാമിലീസിനോട് എനിക്ക് നല്ല ഒരു നന്ദി പറയാനുണ്ട് നമുക്ക്. അവരും ഒരുപാട് ഷെയർ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോൾ കണ്ടൻ്റ് എല്ലാം പറഞ്ഞു തരും കേട്ടോ. ദീപക്കിൻ്റെ സിസ്റ്ററാണ്. അപ്പം അവളാണ് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ട ആദ്യ ഗാഡ്ജറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. ഗാഡ്ജറ്റ് എന്ന് പറയാൻ പറ്റുമറിയില്ല, ട്രൈപോഡ്. ആ ട്രൈപോഡ് ഉള്ള കാരണം എന്താ പറയുക, നമുക്ക് ഇവിടെ ഡേ മൈ ലൈഫ് ഒക്കെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ, കഴിഞ്ഞ ബർത്ത്ഡേയുടെ അവളെ നിന്ന് ഗിഫ്റ്റ് ആയിരുന്നു. അപ്പം അത് ഞാൻ വരുമ്പോൾ ദുബായിലോട്ട് കൊടുന്നു. അപ്പോൾ അവൾ എന്താ പറയുക, അതുപോലെ അവൾ ഇപ്പോഴും നമുക്ക് ഓരോ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ തരാറുണ്ട്. അപ്പോൾ ആൾക്കൊരു പ്രത്യേക താങ്ക്സ് പറയാമല്ലേ. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് താങ്ക്സ് പറയാനുണ്ട്. എൻ്റെയും ദീപകിൻ്റെയും ഫ്രണ്ട്സ് എല്ലാവരും ഇതേപോലെ കണ്ടൻറ്റുകൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. പിന്നെ ദുബായ് വന്നതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ഇന്ന സ്ഥലത്തേക്ക് പോകാം, അവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള പ്ലേസാണ്, അത് നന്നാവും, ആൾക്കാർക്ക് കാണിച്ചു കൊടുത്താൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ അവരോടും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്.
അപ്പോൾ പിന്നെന്താ, ഇതൊക്കെയാണ് ഇനി ഇപ്പോൾ പറയാനുള്ളത്. അപ്പം എന്തായാലും നമ്മുടെ 1K സെലിബ്രേഷൻ നമ്മൾ കേക്ക് കട്ടിങ്ങിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ അന്ന്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ. ഓക്കെ, ഞാനാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ആണെന്ന് തോന്നുന്നു. അതെ, ഫസ്റ്റ് സബ്സ്ക്രൈബ്. പിന്നെ കമന്റ് എനിക്ക് അന്നേ എനിക്ക് അറിയായിരുന്നു. അതെ, ഇതൊരു 1000 അല്ല, ഇതൊരു 1 മില്യൺ എത്തുന്നറിയാം. എന്തായാലും ദീപക്കിന് ഒരുപാട് ലൈക്കുകളും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും പിന്നെ രേവതി അതേപോലെ. പിന്നെ രേവതി ഇപ്പൊ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തത്. പക്ഷെ എന്നാലും ചെറിയൊരു യൂട്യൂബിൽ അഭാവം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി കൂടുതൽ സമയം ഇതിൽ ചെലവഴിക്കാനും കുറെ വീഡിയോസുകൾ ഇടാനും ദൈവം സഹായിക്കട്ടെ. ഹലോ ഹലോ, അത് എന്റെ സംസാരിക്കുന്നതാണ്. എന്താ ഇത് ബ്ലോഗായിട്ട് സംസാരിച്ചു. ഇതൊക്കെ മാക്സിമം രേവതിയുടെ എഫേർട്ടാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊള്ളു. പക്ഷെ ഒരു അക്കൗണ്ട് ഞാനുണ്ടാക്കി പറയുമ്പോ എല്ലാം പറയണല്ലോ. എല്ലാവർക്കും താങ്ക്സ്. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഇതിലേക്ക് നോക്കി ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഹലോ അപ്പോൾ എല്ലാവരും ഇത് കണ്ടല്ലോ. അന്ന് ഞങ്ങൾക്കൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. ദീപകിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒപ്പിച്ചൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നിങ്ങളോട് കൂടി ഇത് പറയാനും കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നും പറയുന്ന പോലെ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സജഷൻസ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതേക്കും വരെ ബൈ ബൈ.